തന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരെ പരാതി നൽകിയതിലൂടെ കോൺഗ്രസ് അവരുടെ ഭയം പ്രകടമാക്കിയിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് ഇത് എന്നും തുടരുന്ന രീതിയാണ്. അതേസമയം നേമത്ത് ഡബിൾ പൂട്ട് ഇട്ട് എന്ന് പറഞ്ഞ ശിവൻകുട്ടിക്ക് മറുപടി പൂട്ടും താക്കോലുമൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, സഖാക്കളല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ജനം ടിവിയോട് പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും നേമത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കൊല്ലത്താണുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിലും ഓരോ ജില്ലയിലും എത്തി തന്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 140 മണ്ഡലങ്ങളിലും NDAയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. വലിയ വിജയപ്രതീക്ഷയാണല്ലേ കേരളത്തിൽ ആകമാനമുള്ളത്? എനിക്ക് ഒരു സംശയമില്ല, ഈ ഇലക്ഷൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു മാറ്റം കൊണ്ടുവരണമെന്ന്. അപ്പോൾ ബി.ജെ.പി. NDA സ്ഥാനാർത്ഥികൾ എത്രയോ സ്ഥലത്തുനിന്ന് അവർ ജയിപ്പിക്കുമെന്ന് എനിക്ക് അതിനെ കുറിച്ചൊരു ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ പോലും അതിനെതിരെ പരാതികൾ വരുന്നു. അതിനെയൊക്കെ തന്നെ എതിർകക്ഷികൾ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. 100% അവർക്ക് ഒരു പേടി. ഇത് ഒരു 2-3 ആഴ്ച ട്രെൻഡ് കാണുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഡിസംബറിൽ പറഞ്ഞല്ലേ 100 സീറ്റ് എല്ലാം പിടിക്കുന്നു പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് 40 സീറ്റ് ക്രോസ് ചെയ്യുമോ തന്നെ അവർക്കൊരു സംശയമാണ്. അപ്പോൾ അവർ ഇതൊരു പുതിയ തന്ത്രമൊന്നുമല്ല. എല്ലാ ഇലക്ഷൻ 2014 മുതൽ 2026 വരെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ നിങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസ് തോൽക്കാൻ പോകുന്ന എല്ലാ ഇലക്ഷനിലും ഈ ഒരു രീതി, ഈ തന്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഒരു ശ്രമം. പക്ഷേ നടക്കില്ല എന്ന് തീരുമാനിച്ചത് ജനങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡബിൾ പൂട്ടിട്ട നേമത്തെ പൂട്ടിയിരിക്കുന്നതാണ്. ഇവരെല്ലാം നോക്കൂ, ഇത് ഏതോ കാലത്ത് നിന്ന് ഇപ്പോഴും ഇരിക്കുന്ന പഴയ ഒരു രാഷ്ട്രീയക്കാരാണ്. കാരണം പൂട്ടും താക്കോലെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്, സഖാമാരുടെ കയ്യിലല്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് MLA ആവാൻ പോകുന്നത്. ഇവർ ഈ അഹങ്കാരം എടുത്ത് നടക്കുന്നത് ഇതുകൊണ്ടല്ലേ ജനങ്ങൾ പറയുന്നത് മതിയായി. ഞാനും പറയുന്നു മതിയായി, ഈ രാഷ്ട്രീയം മതിയായി, ഇനി പുതിയ രാഷ്ട്രീയം വേണം, ബി.ജെ.പി. NDA രാഷ്ട്രീയം വേണം. താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഭരണമാറ്റം മാത്രമല്ല ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സംസ്കാരത്തിന്റെ മാറ്റം കൂടെ വരും. അത് ഏത് രീതിയിലേക്കായിരിക്കും? അല്ല, ആ സംസ്കാരമാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം എന്താ ചെയ്തിരിക്കുന്നത്? സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് ആ വ്യക്തി ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യയിൽ കൊണ്ടുവന്നില്ലേ? അതുപോലെ തന്നെ നമുക്കത് വേണ്ടേ? ഈ വിവാദം രാഷ്ട്രീയം മാറ്റിവെച്ച് വികസന രാഷ്ട്രീയം, ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയം, നല്ല ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയം, ഈ പ്രീണ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു രാഷ്ട്രീയം കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോയത്. ആ രാഷ്ട്രീയം ഇവിടെ വന്നാൽ കേരളത്തിനെ വികസിത കേരളമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും ഒരു അവസരം കിട്ടും, ജനങ്ങൾക്കൊരു അവസരം കിട്ടും. ഒരു കാര്യം കൂടെ, അതായത് പരമ്പരാഗത രീതിയിൽ നിന്നും മറ്റ് രാഷ്ട്രീയ കക്ഷികളെ അപേക്ഷിച്ച് ബി.ജെ.പി. ഇത്തവണ പല സ്ഥാനാർത്ഥികളും അതായത് പ്രൊഫഷണലിസ്റ്റുകളാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകളെ മുന്നോട്ട് വയ്ക്കുന്നു ബി.ജെ.പി. അതോടൊപ്പം തന്നെ അങ്ങനെയല്ല, ഞങ്ങൾ പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ ആയിട്ട് കാണുന്നില്ല. ജനകീയായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഏത് ഫീൽഡിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഞങ്ങൾ അവർക്ക് ഒരു അവസരം കൊടുക്കും. അത് നോക്കിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളൊരു നോ പ്രൊഫഷണൽ എല്ലാന്നോ ആ ക്രൈറ്റീരിയ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല. ആരാണ് എവിടെ നിന്നാണെങ്കിലും, കോൺഗ്രസ് നിന്നാണോ CPM നിന്നാണോ, ഈ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് ഉണ്ട് അവർക്ക് ഇതിനൊരു പങ്കാളിയാവാൻ താല്പര്യമുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞാൽ ബി.ജെ.പി. അവർ സ്വാഗതം ചെയ്യും. അവരെ കാൻഡിഡേറ്റ് ആക്കാൻ ഞങ്ങൾ തീരുമാനിക്കും. തീർച്ചയായും അതന്നെയാണ്. എന്തായാലും വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. കേരളത്തിലൊരു മാറ്റം വരണം, അത് രാഷ്ട്രീയപരമായിട്ടുള്ള സംസ്കാരത്തിലും മാറ്റം വരണമെന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം.